ഹലോ ഫ്രണ്ട്സ്, നാളെ നടക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കുറച്ച് ചോദിക്കാൻ സാധ്യതയേറിയ കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്ന് കേട്ടോ. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് ആരംഭിച്ചതെന്നുള്ള ഡേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2025 മെയ് 7 കേട്ടോ. 2025 മെയ് 7 ഈ ഡേറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടത്. ക്ലിയർ ആണ്. അതിന് മറുപടിയായിട്ട് നമ്മുടെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ആരംഭിച്ചത് എന്നാണ് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നിലവിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേട്ടോ. ഈ വർഷത്തെ കണക്ക് വെച്ചാണ് നിലവിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. നിലവിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം തെലുങ്കാന. ക്ലിയർ ആണ്. അതുപോലെ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. നിലവിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ കോട്ടൺ ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയാണെന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ. ഒന്നുകൂടെ ഞാൻ പറയാം. നിലവിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന തെലുങ്കാന കേട്ടോ. നിലവിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. അതുപോലെ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. പഞ്ചസാര ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ കോട്ടൺ നോട്ട് ചെയ്തോണേ. നിലവിൽ കോട്ടൺ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഗുജറാത്തിലാണ് നിലവിൽ കോട്ടൺ ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. മറന്നു പോകരുത്, ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊരു ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വനിതകൾക്കായി സുഭദ്ര യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. വനിതകൾക്കായി സുഭദ്ര യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ. നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. വിഴിഞ്ഞം പദ്ധതിയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കടന്നതുകൊണ്ട് തന്നെ അതേ ബന്ധപ്പെട്ടുള്ള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒന്നുകൂടെ പറയാം. നിലവിലെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരുടെ? സർബാനന്ദ സോനോവാൾ. അതുപോലെ തന്നെ കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? വി എൻ വാസവൻ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഒരു വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു മുഖമാണ് ഈ സ്മൃതി മന്ദാന. നമ്മൾ പുരുഷ ക്രിക്കറ്റ് ടീമിൽ വിരാട് കോഹ്ലി എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്മൃതി മന്ദാന അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു നല്ല രീതിയിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ അവർ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാരുടെ സ്മൃതി മന്ദാന. നോട്ട് ചെയ്തോടെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ആരാണ്? സ്മൃതി മന്ദാന. അടുത്തിടെ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ആര്യാടൻ ഷൗക്കത്താണ് കേട്ടോ. അടുത്തിടെ നടന്ന നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? ആര്യാടൻ ഷൗക്കത്ത്. കോൺഗ്രസ്സുകാരനായ ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കേട്ടോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിനെ റിലേറ്റ് ചെയ്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാടെ? UR പ്രദീപാണ് കേട്ടോ. UR പ്രദീപ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസഡറായി നിയമിതയായതാരാണ്? കങ്കണ റണാവത്ത്. നമുക്കറിയാം നമ്മുടെ ബോളിവുഡ് താരമാണ് കങ്കണ റണാവത്ത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണേ. 2025 ഡൽഹി ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബ്രാൻഡ് അംബാസഡറായി നിയമിതയായതാരാണ്? കങ്കണ റണാവത്ത്. ക്ലിയർ ആണേ. അടുത്തത് പ്രഥമ ഹെർമൻ ഗുഡ്ഡട്ട് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? വള്ളിക്കാവ് മോഹൻദാസ്. പ്രഥമ ഹെർമൻ ഗുഡ്ഡട്ട് പുരസ്കാരം ലഭിച്ചതാർക്കാണ്? വള്ളിക്കാവ് മോഹൻദാസ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. 2025 മുതൽ 35 വരെ ജലശക്തി ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നോട്ട് ചെയ്തോണേ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2025 മുതൽ 35 വരെ ജലശക്തി ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അരുണാചൽ പ്രദേശ്. ക്ലിയർ ആണ്.
അടുത്തത് 2025 21ാമത് ലോകകപ്പ് ക്ലബ്ബ് ലോകകപ്പ് വിജയമാണ്. ഫുട്ബോൾ ക്ലബ്ബ് ലോകകപ്പ് വിജയമാണ്. ചെൽസിയാണ് കേട്ടോ, ചെൽസി. അപ്പോൾ എന്താണ് 2025 21ാമത് ഫുട്ബോൾ ക്ലബ്ബ് ലോകകപ്പ് വിജയി ആരാണ്? ചെൽസിയാണ് കേട്ടോ, ചെൽസി. ചെൽസി ഒരു ക്ലബ്ബാണേ. അടുത്ത ചോദ്യം, പ്രഥമ ഖോ പുരുഷ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരമാരാണ്? ബി നിഖിലാണേ. പരീക്ഷയ്ക്ക് 1 മാർക്ക് ഉറപ്പിച്ചോ, ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ, മലയാളി ആയതുകൊണ്ട് തന്നെ. പ്രഥമ ലോകകപ്പ് പുരുഷ ലോകകപ്പ് നേടിയതാരാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയെ വെച്ച് ന്യൂഡൽഹിയിലാണ് അതിൻ്റെ വേദിയായിട്ട് വന്നത്. ഈ പ്രഥമ ലോകകപ്പിനെ കുറിച്ചൊക്കെ നമ്മളൊരു ക്ലാസ് മുമ്പ് ചെയ്തതാണ്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ. അപ്പം ഈ ചോദ്യം എന്താണ്? പ്രഥമ ഖോ പുരുഷ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരമാരാണ്? ബി നിഖിൽ കേട്ടോ, ക്ലിയർ ആണ്. അടുത്തത്, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്താരാണ്? നോർവേ ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്തത്, 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ബാനു മുഷ്താഖിൻ്റെ പുസ്തകം ഏതാണ്? ഹാർട്ട് ലാമ്പാണ്. അപ്പോൾ എന്താണ് 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ബാനു മുഷ്താഖിൻ്റെ പുസ്തകം ഏതാണ്? ഹാർട്ട് ലാമ്പ്. അടുത്ത ചോദ്യം, 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ആരാണ്? പ്രഭാവോ സുബിയാന്തോ കേട്ടോ, പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഏറിയ ഒരു ചോദ്യം കൂടാണ് കേട്ടോ. 2025 നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരാണ്? പ്രഭാവോ സുബിയാന്തോ ആണ്. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എന്താണ്? റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ക്ലിയർ ആണ്. അടുത്തത്, 2025 ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളാരാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. എന്താണ്? 2025 ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളാരാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് ISL കിരീട ജേതാക്കൾ 2025. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം കേരളം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂർ കേട്ടോ. പാർക്ക് എവിടെയാണ്? തൃശ്ശൂർ. സോനാമാർഗിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഇസഡ് മോർ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സോനാമാർഗിലെ ഗണ്ടൽബാദ് ജില്ല കാശ്മീരാണ് കേട്ടോ. അതിൻ്റെ നീളം വരുന്നത് 6.5 കിലോമീറ്ററാണ്. അപ്പോൾ എന്താണ്? സോനാമാർഗിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ഇസഡ് മോർ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സോനാമാർഗിൽ തന്നെയാണ്. സോനാമാർഗ് വരുന്നത് ഗണ്ടൽബാദ് ജില്ല കാശ്മീരാണ്. അതിൻ്റെ ഇസഡ് മോർ തുരങ്കത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 6.5 കിലോമീറ്ററാണ് കേട്ടോ. നീളം എത്രയാണ്? 6.5 കിലോമീറ്ററാണ്. അടുത്തത്, ഫ്ലെമിഗോ ഫെസ്റ്റിവൽ 2025 ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. നോട്ട് ചെയ്തോണേ, ഫ്ലെമിഗോ ഫെസ്റ്റിവൽ 2025 ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? ആന്ധ്രാപ്രദേശ്. 2025 ജലസുസ്ഥിര സമ്മേളനം നടത്തിയ നഗരമാണ് ന്യൂഡൽഹി കേട്ടോ. അപ്പം എന്താണ്? 2025 ജലസുസ്ഥിര സമ്മേളനം നടത്തിയ നഗരം ഏതാണ്? ന്യൂഡൽഹി. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഏതാണ്? ഗ്രീൻ ദ ഗ്യാപ്പ് പദ്ധതി കേട്ടോ. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഏതാണ്? ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത്, ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭമാണ് ബെയ്ലി കേട്ടോ. അപ്പോൾ എന്താണ്? ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം. എന്താണ്? ബെയ്ലി കേട്ടോ. ബെയ്ലി. പേപ്പർ ബാഗ് സംരംഭത്തിൻ്റെ പേരെന്താണ്? ബെയ്ലി. ക്ലിയർ ആണ്. സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വന്നത് എവിടെയാണ്? ബേക്കൽ, കാസർഗോഡ് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വന്നത് എവിടെയാണ്? ബേക്കൽ,
കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വന്നത്. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഭിന്നശേഷി സൗഹൃദ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? സാക്ഷം ആപ്പാണ് കേട്ടോ. അപ്പോൾ എന്താണ്? അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഭിന്നശേഷി സൗഹൃദ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സാക്ഷം ആപ്പ്. ക്ലിയർ ആണ്? ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കുലശേഖരപട്ടണമാണ് കേട്ടോ. കുലശേഖരപട്ടണം. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? വിവ കേരളമാണ് കേട്ടോ. വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? വിവ കേരളം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ന്യൂനപക്ഷ കേന്ദ്ര സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹം എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചോദിച്ചത്. എന്താണ്? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മലയാളിയായ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നാണ്. നോട്ട് ചെയ്തോണേ. രാഷ്ട്രപതി ഭവൻ്റെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം ഗണതന്ത്ര മണ്ഡപം. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ജിനോം പദ്ധതി കേട്ടോ. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ജിനോം ഇന്ത്യ പദ്ധതി. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് കേട്ടോ. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2025 കേട്ടോ. അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2025. അടുത്ത നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്താണ്? ശ്രീവിജയപുരം. അപ്പോൾ എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്താണ്? ശ്രീവിജയപുരം. അടുത്തത് ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്? ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക കേട്ടോ. അപ്പോൾ ദോസ്തി 16 അഥവാ ദോസ്തി 16 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ ഇന്ത്യയും മാലിദ്വീപ്, ശ്രീലങ്ക ആണ്. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ക്ലിയർ ആണ്? ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. ക്ലിയർ ആണ്? അടുത്തത് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാദൗത്യം എന്താണ്? ഓപ്പറേഷൻ കാവേരി. അപ്പോൾ ഓപ്പറേഷൻ കാവേരി എന്താണ്? ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 2025 മികച്ച ചിത്രം ഏതാണ്? അകമലാണ്. സംവിധാനം വിപിൻ രാധാകൃഷ്ണനാണ് കേട്ടോ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ 2025 മികച്ച ചിത്രം ഏതാണ്? അകമലാണ്. സംവിധാനം വിപിൻ രാധാകൃഷ്ണനാണ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ പ്രമേയം ഏതാണ്? ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ കേട്ടോ. ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ പ്രമേയമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ പേരെന്താണ്? അജയ് ലാംബ കമ്മീഷൻ. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ പേരാണ് അജയ് ലാംബ കമ്മീഷൻ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാർ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേട്ടോ. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരണം നൽകിയ രണ്ട് വനിതാ ഓഫീസർമാർ കേട്ടോ. വനിതാ ഓഫീസർമാർ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. പിന്നെ ഇവരുടെ കൂടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിർസി കൂടി ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ ഇവരുടെ കൂടെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിർസി കൂടി ഉണ്ടായിരുന്നു. അതോടെ നോട്ട് ചെയ്ത് വെച്ചാണ്. അടുത്ത ചോദ്യം, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് കൂടെ നോട്ട് ചെയ്തോ. 2025 ജനുവരി 27 മുതലാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത്. ക്ലിയർ ആണേ?
ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണ്? IIT പാലക്കാടാണ്. പാലക്കാട് IITയിലാണ് ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആണ്. സഹേലി സ്മാർട്ട് കാർഡ് അവതരിപ്പിക്കുന്നത് ഏത് സംസ്ഥാനം? ഡൽഹിയിലാണ്. സഹേലി സ്മാർട്ട് കാർഡ് അവതരിപ്പിക്കുന്ന ഏത് സംസ്ഥാനം? ഡൽഹിയിലാണ്. സഹേലി സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഫ്രീ ആയിട്ട് സൗജന്യ ബസ് യാത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സഹേലി സ്മാർട്ട് കാർഡ് അവതരിപ്പിക്കുന്ന ഏത് സംസ്ഥാനമാണ്? ഡൽഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്നാണ്? ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ്? ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ. നിലവിലെ സംസ്ഥാനത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? A. ഷാജഹാനാണ്. A. ഷാജഹാൻ തന്നെയാണ് നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ എന്താണ് നിലവിലെ സംസ്ഥാനത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? A. ഷാജഹാൻ. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പം നഗരഭരണ സ്ഥാപനങ്ങളുടെ മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ 2024 കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിനാണ് ഹിൽകോൾ കേട്ടോ. അപ്പം 2024 കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിനാണ് ഹിൽകോളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കുറച്ച് ഷുവർ ഷോട്ട്, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ 3 ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം അതിൻ്റെ ക്ലാസ്സുകൾ. അതോടെ നിങ്ങൾ മാക്സിമം നാളെ കണ്ടിട്ട് പോകണം. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ കറണ്ട് അഫയർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോണം. അതിൻ്റെ ക്ലാസ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നോബൽ പ്രൈസ്, ഓസ്കാർ, പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ, പ്രധാന പദവികൾ, കേരളം, ഇന്ത്യ തുടങ്ങിയ പ്രധാന പദവികൾ, അതുപോലെ തന്നെ സൂചികളിൽ ഒന്നാമത് എത്തിയത്, പിന്നെ വേദികൾ തുടങ്ങിയ എല്ലാത്തിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങളൊന്ന് നമ്മുടെ ഇതിലൊന്ന് കയറി കാണാം. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ കറണ്ട് അഫയർ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം നമ്മുടെ ചാനലിൽ നിന്ന് കയറി കറണ്ട് അഫയർ എല്ലാം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് ന്യൂ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും നമ്മൾ അടുത്തിടെയായിട്ട് എല്ലാ കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നിന്നൊക്കെ നാളെ ചോദ്യങ്ങൾ വരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഈ ക്ലാസ്സുകളെല്ലാം ഒന്ന് കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് ന്യൂ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി റിവിഷൻ ചെയ്ത് പഠിച്ചിട്ടിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് നമ്മൾ പറയുമ്പോൾ അത് പുതുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരെല്ലാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയറോടെ ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് വേറൊരു ഷെയറോടെ ചെയ്യുക. അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്.